ഫ്രണ്ട്സ്, വീണ്ടും വന്നൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് 3 കോഴിമുട്ട, വെളുത്തുള്ളി, ഉപ്പ്, വിനാഗിരി, കുറച്ച് പഞ്ചസാര, കുറച്ച് സൺഫ്ലവർ ഓയിൽ. മയോണൈസ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഇത് പുഴുങ്ങിയ മുട്ടയാകുമ്പോൾ ഹെൽത്തി അല്ലേ, അപ്പം ഇതാകുമ്പോൾ കുറച്ച് ഓയിലും വേണ്ട. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് കുറച്ച് എണ്ണയില്ല, വെള്ളം ഒഴിച്ച് ഇനി കൂടെ കട്ടി വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ലൂസാണ് വെള്ളം ഒഴിക്കുക. പക്ഷേ എനിക്ക് ഇത്രയും മതി. ഇനി കുറച്ച് ബ്രെഡ് പൊടിച്ചത് വേണം. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡ് കളഞ്ഞിട്ട് അതാണ് ഞാൻ പൊടിച്ചെടുത്തത്. 3 കോഴിമുട്ടയും വേണം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പോക്കറ്റ് ഷവർമയാണ്. കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ മുട്ടയെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ഇങ്ങനെ ഈ സൈഡ് ഒട്ടിച്ചെടുക്കണം. ഈ നല്ലപോലെ ഒട്ടിച്ചെടുത്തില്ലെങ്കിൽ പൊട്ടിപ്പോവും. പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഇതുപോലെ എല്ലാം കുറച്ച് നല്ലപോലെ ഡിപ്പ് ചെയ്യണേ, അല്ലെങ്കിൽ നമ്മൾ പൊരിക്കുമ്പോൾ വീണ്ടു പോകും. എന്നിട്ട് ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല തീ കൂട്ടി വെച്ചിട്ട് പിന്നെ അത് തീ കുറയ്ക്കണം. എന്നിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ തണുക്കുമ്പോൾ ഒന്ന് കത്രിക എടുത്ത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു പേടി ഉണ്ടായത് എനിക്ക് കീറിപ്പോവും, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. എന്നാലും വിജയിച്ചു. ഇനി നമുക്ക് സവാള, ക്യാരറ്റ്, മുട്ടക്കൊടിച്ച് ഇതെല്ലാം കൂടി എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്ന അത്രത്തോളം ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വേവിച്ച് വെച്ച ചിക്കൻ ഞാൻ കുറച്ച് എൻ്റെ ഈ ഐഡിയയിലൊക്കെ ഇച്ചിരി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളെ മയോണൈസും കൂടെ മിക്സ് ചെയ്ത് നമ്മളെപ്പോൾ കഴിക്കാൻ പോകണം. എന്നിട്ട് ഇത് നല്ലപോലെ ആക്കി ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നല്ലപോലെ നിറച്ച് വെച്ച് നല്ല സൂപ്പർ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.